ഉസ്താദിന്റെ പൊരുത്തം വാങ്ങണം. ഉസ്താദിന്റെ പൊരുത്തം വാങ്ങൽ എങ്ങനെയാ? എടുത്തു തരുന്ന പാഠം നന്നായി പഠിച്ചിട്ടാ. എടുത്തു തരുന്ന പാഠം നന്നായി പഠിക്കണം. നഹ്വും സർഫൊക്കെ നന്നായിട്ട് പഠിക്കണം. മടിയന്മാരായി കിടന്നുറങ്ങരുത്. മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ആഖിർ സമാന്റെ മുസീബത്തും കൈ പിടിച്ച് നടക്കരുത്. അത് വല്ലാത്തൊരു മുസീബത്താണ്. എല്ലാ ചെറുപ്പക്കാരെയും വെട്ടിലാക്കുന്ന, എല്ലാ തെറ്റുകളിലേക്കും നയിക്കുന്ന ഒരു സാധനമാണത്. അത്യാവശ്യത്തിന് വിളിക്കാൻ ഉപയോഗിച്ചാൽ തന്നെ ആ മൊബൈൽ ഫോണിൽ നമ്മളെ സമയം ചെലവഴിക്കരുത്. കിതാബ് നന്നായി ഓതി പഠിക്കണം. മുതഅല്ലിമീങ്ങള് നന്നായി പഠിച്ച് നല്ല ആലിമീങ്ങളായി വളരണം. ഓ മുതഅല്ലിമീങ്ങളെ, അനുസരണത്തോടെ ജീവിക്കണം. ഉമ്മ ബാപ്പമാരോടും ഉസ്താദുമാരോടും ഗുരുനാഥന്മാരോടും അനുസരണം വേണം. ഓ മുഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആകെ ഒരു മദ്രസയിൽ കുറഞ്ഞ സമയമാണ് കുട്ടികളെ കിട്ടുന്നത്. ഇതൊക്കെ മദ്രസ എത്ര മണിക്കൂറുണ്ടാവും? 3 മണിക്കൂർ 4 മണിക്കൂർ മദ്രസ കിട്ടുന്നത് അൽഹംദുലില്ലാഹ് വളരെ ഭംഗി. എന്നാൽ ആ സമയം ഒരൊറ്റ മിനിറ്റ് ഇല്ലാതെ നമ്മളെ മുന്നിലെത്തിയ കുട്ടികളെ ശ്രദ്ധിക്കണം. രാവിലെ മദ്രസ എത്ര മണിക്കാ തുറക്കല്? 6:30 തുറക്കുന്ന മദ്രസയിൽ ചുരുങ്ങിയത് 6:20 മുഅല്ലിമീങ്ങളെത്തണം. കുട്ടികൾ വന്നിട്ട് ഉസ്താദിനെ നോക്കിയിറക്കാൻ സമയം ഉണ്ടായിരുന്നു. ആദ്യം മുഅല്ലിമീങ്ങളെത്തണം. ചുരുങ്ങിയത് 5 മിനിറ്റെങ്കിലും മുമ്പിൽ മുഅല്ലിമീങ്ങളെത്തണം. ഓ ഉമ്മമാരെ, നിങ്ങളെ മക്കളെ 6:30 തുടങ്ങുന്ന മദ്രസയിൽ 6:20 എത്തിക്കണം. ഉസ്താദിന്റെ മുമ്പിൽ എന്റെ കുട്ടിയെത്തൂന്നുള്ള വാശി നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെ കുട്ടികളെ നിങ്ങൾ അയച്ചു കൊടുക്കണം. കുട്ടികളെ കിട്ടാതെ ഉസ്താദിന് പഠിപ്പിക്കാൻ കഴിയൂല. ഉസ്താദ് എത്താതെ കുട്ടിക്ക് പഠിക്കാനും കഴിയൂല. 2 കൂട്ടരും സമയത്തിന് മുമ്പ് തന്നെ മദ്രസയിലെത്തണം. അങ്ങനെ എല്ലാ വിഷയങ്ങളിലും നമ്മുടെ ശ്രദ്ധ വേണം. കച്ചവടം ചെയ്യുന്ന മുഅ്മിനീങ്ങളെ, ഹലാലായ നിലക്ക് മാത്രം കച്ചവടം ചെയ്യണം. അന്യന്റെ കച്ചവടം പിടിച്ചെടുക്കണ്ട. അതേ തൊഴിലാളിയുടെ വേതനം കൊടുക്കാതെ നീ സമ്പാദിക്കണ്ട. തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ, മുതലാളിമാരെ വഞ്ചിക്കണ്ട. നമ്മുടെ രഹസ്യങ്ങളും പരസ്യങ്ങളും അല്ലാഹ് അറിയുന്നുണ്ടെന്ന ബോധത്തോടെ ജീവിക്കണം. ഓ മുഅ്മിനീങ്ങളെ, രഹസ്യവും പരസ്യവും അറിയുന്ന രാജാവിന്റെ മുമ്പിൽ നമുക്കെല്ലാവർക്കും ഒരു വിചാരണയുണ്ടെന്ന ബോധം വേണം. ഒന്നുകൂടി ഞാൻ പറയട്ടെ, കുടുംബ ബന്ധം ചേർക്കണം. സുബ്ഹാനല്ലാഹ്, ചില വാശിക്കാരുണ്ട്. പെങ്ങളോട് മിണ്ടൂല, ആങ്ങളനോട് മിണ്ടൂല, ജ്യേഷ്ഠനോട് മിണ്ടൂല, അനുജനോട് മിണ്ടൂല, ബാപ്പാന്റെ അനുജന്റെ വീട്ടിൽ പോകൂല, ഉമ്മാന്റെ അനുജത്തിനെ കല്യാണത്തിന് ക്ഷണിക്കൂല. ഇങ്ങനെ കുടുംബ ബന്ധം മുറിക്കുന്നവരില്ലേ, ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് പോലും നിങ്ങളുടെ ദുആക്ക് ഉത്തരമില്ല. ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് പോലും നിങ്ങളുടെ ദുആക്ക് ഉത്തരമില്ല. നിങ്ങൾ ഒരൊറ്റ അമലും അല്ലാഹ് സ്വീകരിക്കൂല. കുടുംബ ബന്ധം മുറിക്കാൻ പാടില്ല. ഓ മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, പരസ്പരം ചീത്ത പറയാൻ പാടില്ല. പരസ്പരം കുറ്റം പറയാൻ പാടില്ല. പരസ്പരം അപമതിക്കാൻ പാടില്ല. ഞാൻ പറയട്ടെ, ഒരു മുസ്ലിമും വേറൊരു മുസ്ലിമും തമ്മിൽ 3 ദിവസം മിണ്ടാതിരുന്നാൽ അവന്റെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കില്ല. നമ്മളെ പ്രവർത്തനം വന്ന സ്വീകരിക്കില്ല. സുബ്ഹാനല്ലാഹ്, ഇപ്പോഴില്ലേ ചിലര്, ആ മുസ്ലിയാരുണ്ടെങ്കിൽ ഞാൻ വരൂല എന്ന് പറയുന്നവരില്ലേ, ആ മുസ്ലിയാരുണ്ടെങ്കിൽ ഞാൻ കൂടെ പങ്കെടുക്കൂല എന്ന് പറയുന്നവരില്ലേ. അവരെ അമല് സ്വീകരിക്കലെങ്ങനെ? അങ്ങനെയുള്ളൊരു ദുഷിച്ച മനസ്സ് നമുക്കുണ്ടാകരുത്. മുസ്ലിമീങ്ങളെല്ലാം പരസ്പരം സ്നേഹത്തോടെ ജീവിക്കണം. പരസ്പരം ഐക്യത്തോടെ ജീവിക്കണം. ഒന്നുകൂടി പറയട്ടെ, നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യാൻ നോക്കണം. നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യാൻ നോക്കണം. ദിക്ർ വർദ്ധിപ്പിക്കണം, സലാത്ത് വർദ്ധിപ്പിക്കണം, ഖുർആനോത്ത് വർദ്ധിപ്പിക്കണം, അതേ തസ്ബീഹ് വർദ്ധിപ്പിക്കണം. എത്ര ദിക്ർ ചൊല്ലിയോ പ്രതിഫലാർഹമാണ്, എത്ര സലാത്ത് ചൊല്ലിയോ പ്രതിഫലാർഹമാണ്, എത്ര ഖുർആൻ ഓതിയോ നമുക്ക് ഫലം കിട്ടുന്നതാണ്.
നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്യാൻ നോക്കണം. നല്ല കാര്യങ്ങളൊന്നും മുടക്കാൻ പോകരുത്. നല്ല കാര്യങ്ങൾ മുടക്കിയാൽ റബ്ബിന്റെ അടുക്കൽ നമ്മൾ ഉത്തരവാദികളാകും. നല്ല കാര്യങ്ങളൊക്കെ ധാരാളം ചെയ്യാൻ നോക്കണം. സുഹൃത്തുക്കളെ, സൽക്കർമ്മങ്ങളൊക്കെ നല്ലതാണ്. സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് പ്രോത്സാഹനം നൽകേണ്ടതാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. നിസ്കാരത്തിൽ നിർബന്ധമാണ്. സലാം ചൊല്ലലും നിർബന്ധമാണ്. ആ നിർബന്ധമായ സലാത്തും സലാമും കൃത്യമായി തന്നെ നിർവഹിക്കണമെങ്കിൽ 5 വക്ത് കൃത്യമായി നിസ്കരിക്കണ്ടേ. അതുകൊണ്ട് ഓ മുഅ്മിനീങ്ങളെ, നിർബന്ധമായ സലാത്തും സലാമും നിർവഹിക്കാതെ ഞാൻ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സുബ്ഹി ഖളാകാതെ നിസ്കരിക്കണം. മുഅ്മിനാത്തുകളെ, സുബ്ഹി ഖളാകാതെ നിസ്കരിക്കണം. ഒരു നേരത്തെ നിസ്കാരവും ഖളാക്കരുത്. ഈ കടമ്പൂ പ്രദേശത്ത് വെച്ച് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ടൊരു പാവപ്പെട്ട ഉമ്മ, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, ഓ നബിയായവരെ അങ്ങേക്ക് സലാം എന്ന് പറഞ്ഞാൽ മദീനയിൽ അതറിയുന്നു. അവിടുന്ന് ആ സലാം മടക്കുന്നു. അങ്ങനെ നമ്മളെല്ലാവരുടെ സലാമും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് മടക്കുന്നു. അതിന് നമ്മൾ സലാം കൃത്യമായി ചൊല്ലുന്ന മുഅ്മിനീങ്ങളാകണ്ടേ. അതുകൊണ്ട് കൃത്യമായി 5 വക്ത് നിസ്കരിക്കണം. സുന്നത്തുകൾ എടുക്കാൻ നോക്കണം. ഇത് റജബ് മാസമാണ്. നിസ്കാരം നിർബന്ധമായ മാസമാണ്. ദോഷം പൊറുപ്പിക്കേണ്ട മാസമാണ്. വലിയ ബറക്കത്തുള്ള മാസമാണ്. നമ്മൾ നല്ല കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിൽ ഉണ്ടാകണം. ഓ ചെറുപ്പക്കാരെ, നിങ്ങൾ നജസ് കുടിക്കരുതേ. കള്ള് കുടിക്കാറുണ്ടോ? ബ്രാൻഡി കുടിക്കാറുണ്ടോ? വിസ്കി കുടിക്കാറുണ്ടോ? അത് കടുത്ത നജസാണ് കേട്ടോ. ആ നജസ് നിങ്ങൾ കുടിച്ചു പോയാൽ അല്ലാഹു നിങ്ങളെ നജസ് കുടിപ്പിക്കും. ആ നജസ് എന്താണെന്നറിയോ? അബൂജഹലിന്റെ ശരീരത്തിൽ വലിക്കുന്ന ചലമാണ് കേട്ടോ. അതുകൊണ്ട് ഒറ്റ മുസ്ലിമും മദ്യപാനിയാകരുതേ. പട്ടിക്കാരായി പലിശക്കാരാകരുതേ. ആരും അന്യ സ്ത്രീ പുരുഷന്മാര് തമ്മിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടരുതേ. ഹറാമുകളിലേക്കൊന്നും നീങ്ങരുതേ. നിങ്ങൾക്ക് എത്ര സലാത്ത് വർദ്ധിപ്പിക്കാൻ കഴിയോ അത്രയും ചൊല്ലിക്കോ. വീട്ടിൽ കയറുമ്പോ സലാത്ത് സുന്നത്താണ്. പള്ളി കയറുമ്പോ സലാത്ത് സുന്നത്താണ്. രണ്ടാളൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ മീറ്റ് ചെയ്യുമ്പോ സലാത്ത് സുന്നത്താണ്. ഒരു സദസ് പിരിയുമ്പോൾ അപ്പോഴും സലാത്ത് സുന്നത്താണ്. അതുകൊണ്ട് ആ 3 സലാത്തോടെ പിരിച്ചുവിട്ടു എന്ന് നമ്മൾ പറയുന്നത്. പിരിഞ്ഞു പോകുന്ന സമയത്ത് സലാത്ത് സുന്നത്താണ്. സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് അവസാനം ദുആന്റെ അവസാനം സലാത്ത് ചൊല്ലി നിർത്തി. ഇനി സിയാറത്ത് പിരിച്ചുവിടുന്നതിന്റെ പേരിൽ അപ്പോഴൊന്നായിട്ട് കുറച്ചാള് സലാത്ത് ചൊല്ലുമ്പോ ആ സലാത്ത് മുടക്കാൻ പോകണ്ട. അതുപോലെ മറ്റേതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ട് പിരിഞ്ഞു പോകുമ്പോ ആരെങ്കിലും സലാത്ത് ചൊല്ലുന്നുവെങ്കിൽ സലാത്ത് മുടക്കണ്ട. നല്ല കാര്യങ്ങൾ എന്ത് ചെയ്താലും അത് റബ്ബിന്റെ അടുക്കൽ പ്രതിഫലാർഹമാണ്. ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ അതെല്ലാം നമുക്ക് നഷ്ടമാണ്. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ച് മരിക്കണം. ഇത് തന്നെയാണ് പറയാനുള്ളത്. മരണം എല്ലാവർക്കുമുണ്ട്. അത് ഈ പാവപ്പെട്ട എനിക്കുമുണ്ട്, നിങ്ങൾക്കുമുണ്ട്. മരിക്കുന്ന സമയത്ത് അതേ ഈമാൻ സലാമത്തായി മരിക്കണം. തഖ്വയോടെ മരിക്കണം. അപ്പോഴല്ലേ സ്വർഗം കിട്ടുന്നത്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മോമിനീങ്ങൾ സദസ്സിൽ